അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞതോടുകൂടി മെട്രോ പേരുമാറ്റം സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കൊച്ചി മെട്രോ റെയിലിൻ്റെ പിറവി ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീർഘകാലം ചർച്ച ചെയ്ത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഡോക്ടർ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെയാണ് KMRL എന്ന് പറയുന്ന ഒരു കമ്പനി പിന്നീട് ഫ്ലോട്ട് ചെയ്തതിന് ശേഷം DMRCയും KMRLും ചെയ്താണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ KMRL വളർന്നപ്പോഴാണ് DMRC അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് കൊച്ചി മെട്രോ റെയിൽ അനുബന്ധ മെട്രോ റെയിൽ പദ്ധതി വികസിപ്പിക്കുകയും എല്ലാം ചെയ്തത്. KMRL എന്ന സ്ഥാപനം മെട്രോ റെയിൽ നിർമ്മാണത്തിൽ മാത്രമല്ല, മറിച്ച് നിരന്തരമായ കൊച്ചിയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്ട്സ് ഡിസൈൻ ചെയ്യുന്നതിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കനാൽ റീജനുവിനേഷൻ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കൊച്ചി മെട്രോ റെയിലാണ്. അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി DPR തയ്യാറാക്കി അതിൻ്റെ പഠനത്തിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പേരിനെക്കുറിച്ച് മെട്രോ തുടങ്ങി 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഓപ്പറേഷണൽ പ്രോഫിറ്റായി കൊച്ചി മെട്രോ റെയിൽ മാറിയിരിക്കുകയാണ്. ഈ ഓർഗനൈസേഷൻ എല്ലാ പ്രതിസന്ധികളെയും മറന്ന് പുതിയ ലൈനുകൾ തുടങ്ങാനും ഓപ്പറേഷണൽ പ്രോഫിറ്റായും അതിൻ്റെ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സൈഡും വളർത്തി മുന്നോട്ട് പോകുകയാണ്. ഞാൻ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മഹുവയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള ഒരാളാണ്. ഞാൻ ഈ മെട്രോ റെയിൽ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഹിയറിംഗ് നടത്തുന്ന ആ ടീമിലുള്ള ഒരാളാണ്. കേന്ദ്രം ഇതുപോലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ട് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ കേരളം മെട്രോ റെയിൽ എന്ന് പേര് ഹൈപ്പോത്തറ്റിക്കലി മാറ്റിയെന്ന് കരുതുക. ഒരു ഫണ്ട് അനുവദിച്ചു കേരളം മെട്രോ റെയിലിന്. നാളെ തിരുവനന്തപുരം മെട്രോ റെയിൽ തുടങ്ങാനിരിക്കുകയാണ്, കോഴിക്കോട് മെട്രോ റെയിൽ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ കേരളം മെട്രോ റെയിൽ എന്ന് പറയുന്നത് കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. കാരണം കേരള മെട്രോ റെയിലിന് പണം അനുവദിച്ചു എന്ന് പറയുമ്പോൾ ഈ 3 മെട്രോ റെയിലിൽ ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ നിലനിൽക്കും. അതുമാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബ്രാൻഡ്, ഒരു ഐഡൻറ്റിറ്റിയായി KMRL വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. അത് സംസ്ഥാന സർക്കാർ ഉചിതമായ തീരുമാനം അത് സംബന്ധിച്ച് എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, അത് സർക്കാരുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കട്ടെ. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം എന്താണോ, സംസ്ഥാനത്തിന് ഗുണകരമായ തീരുമാനം എന്താണോ, അതിനൊന്നും ഞങ്ങളെതിരല്ല. സർക്കാരുമായി ചർച്ച ചെയ്യാതെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഇത് വളരുമ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ഒരു MDയുടെ കീഴിൽ നിന്ന് 3 മെട്രോകളിലേക്കെല്ലാം മാറുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉടലെടുക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം. കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ഞങ്ങൾ കരുതുന്നില്ല. ജയ്പൂർ മെട്രോ റെയിലായി തുടരുകയാണ്. ഒരുപാട് മെട്രോ റെയിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുകയാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്ലാൻ ട്രാൻസ്പോർട്ടേഷന്, സീംലെസ് ട്രാൻസ്പോർട്ടിന് വേണമെങ്കിൽ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളും എന്ന് ഞാൻ കരുതുകയാണ്. നിലവിൽ ഈ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനൊരു കേന്ദ്ര നിർദ്ദേശവും നിലവിലില്ല.